പ്രിയപ്പെട്ടവരെ, ചില അവസരങ്ങളിൽ ചില വ്യക്തികൾ നമ്മോട് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, അത് ചിലപ്പോൾ നമുക്ക് വളരെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകും. അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവേയില്ല. അങ്ങനെ നമ്മൾ ആർക്കും ആഴത്തിൽ മുറിവേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ഉണ്ടായ മുറിവെന്തെന്ന് വെച്ചാൽ, ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇടും, മറ്റു പല കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ഒരു ദിവസം ഒരാൾ പറയും, നിങ്ങളിങ്ങനെ വീഡിയോ ഒന്നും ഇടരുത്, നിങ്ങളെ വീഡിയോ ഇട്ടിട്ട് എത്ര പേര് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ കുറേ ഫയറിങ് പോലെ ഒരു സംസാരം. അപ്പോൾ ഞാൻ പറഞ്ഞ അതെൻ്റെ ഒരു സന്തോഷമാണ്, അത് പിന്നെ എനിക്ക് ആർക്കൊക്കെ ഉപയോഗപ്പെട്ടു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്ക് വളരെ സന്തോഷകരമായൊരു അനുഭവം ഉണ്ടായി. അതായത് എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയാത്ത വിധമുള്ളൊരു സന്തോഷമാണ് ഉണ്ടായത്. അതായത് എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി, ആ പുള്ളിക്ക് എൻ്റെ ഏതൊരു വീഡിയോ വളരെ സമാധാനം നൽകിയതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആ പുള്ളി എൻ്റെ നമ്പർ ചോദിച്ചു. ഞാൻ സാറിന് പൊതുവെ നമ്പർ കൊടുക്കുന്ന ബുദ്ധിമുട്ടാണ്. പൊതുവെ നമ്മൾ നമ്പർ കൊടുത്താൽ ആവശ്യമില്ലാത്തത് ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് വരും. അപ്പം ഞാൻ എന്തുകൊണ്ടോ ആരോ ദൈവം പറഞ്ഞതുപോലെ ആ നമ്പർ കൊടുത്തു. പുള്ളി വിളിച്ചു, കാര്യങ്ങളൊക്കെ പലതും സംസാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സന്തോഷത്തിൽ ജീവിച്ചൊരു കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേറൊരു വ്യക്തിയായിട്ട് താല്പര്യം വരുന്നു. പിന്നീട് പല പല കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു, കുറ്റം കൂടുതൽ സീരിയസ് ആക്കുന്നു, വീട്ടിൽ പറഞ്ഞ് കള്ളങ്ങളെല്ലാം പറഞ്ഞ് ആ പുള്ളിയെ ഒരു കുറ്റക്കാരനാക്കി മാറ്റി. എന്നിട്ട് കുഞ്ഞിനെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റി. ആ അകറ്റുന്ന സമയത്തിന് കുഞ്ഞിന് ഒരു 2-3 വയസ്സൊക്കെ ഉള്ളു പ്രായം. അപ്പോൾ അവൾ അപ്പാന്ന് പറഞ്ഞാൽ ആ അകറ്റുന്ന സമയം വരെയും അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കിടന്നാണ് ഉറങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വേദനയായിരുന്നു. എന്നിട്ട് ഈ ഭാര്യ പറഞ്ഞ്, എൻ്റെ മോളെ കൊണ്ട് നിന്നെ വെറുപ്പിക്കും എന്നൊരു വാക്കും കൂടെ അദ്ദേഹത്തിന് പറഞ്ഞിട്ട് പോയി. അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ സമാധാനപ്പെടുത്താറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാവരും പുച്ഛിക്കും. പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്ത് കാര്യം ആഗ്രഹിക്കുന്നുവോ, നല്ല കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കും എന്നുള്ളൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇവർ പ്രേമിച്ച വ്യക്തിയെ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ അവർ കല്യാണം കഴിച്ചു. എന്നിട്ട് കുഞ്ഞിനെ അവരുടെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് കുഞ്ഞിനെ പറ്റൂല. അത് അവരുടെ കുഞ്ഞല്ലല്ലോ, അവർക്കത് സ്വീകരിക്കാൻ താല്പര്യമില്ലാതായി. അപ്പോൾ അവിടെ തന്നെ ഒരു വിഷമം വന്നു. കുഞ്ഞിൻ്റെ അമ്മമ്മയും അപ്പൂപ്പനും വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ പ്രത്യേകം ജില്ലയൊന്നും പറയുന്നില്ല, എങ്കിലും ഞാൻ ഈ സംഭവം പറയാൻ വേണ്ടി മാത്രമാണ്. അതായത് ഈ അമ്മമ്മ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പല കാര്യങ്ങളും വകവെച്ച് കൊടുത്തു. അതിലാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത്